പ്രിയമുള്ളവരെ, നമുക്കിന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ബഹുമാന്യായ ബിച്ചു എക്സ് മലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ടീച്ചർ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആലപ്പുഴക്കാർക്ക് പരിചയപ്പെടുത്തേണ്ടാത്ത ഒരാളാണ്. എന്നാലും ടീച്ചറിനെ കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും ചോദിച്ചറിയാം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ കൂടുന്നത് നിശ്ചയമായും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. 79ാമത് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ രാജ്യം. വളരെ നിർണായകമായൊരു സമയം. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേൾക്കാം. ടീച്ചറിൻ്റെ ഫുൾ നെയിം ഒന്ന് പറയാമോ? എൻ്റെ മുഴുവൻ പേര് ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ. ഓക്കെ. ഈ ടീച്ചർ ഇപ്പോൾ എവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ സംസ്കൃത സർവകലാശാല കാലടിയിൽ മലയാള വിഭാഗത്തിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത്. അതെ അതെ. വെരി ഗുഡ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ കോളേജും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകണോ? എല്ലാം പ്രശ്നങ്ങളാണല്ലോ. യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോൾ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ നിൽക്കുന്നത്. പക്ഷെ എന്നാലും മലയാളം പഠിക്കാനൊക്കെ ഇപ്പോൾ കുട്ടികൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. മലയാളം പഠിക്കാനായിട്ട് നിറച്ചും പിള്ളേരുണ്ട്. ഒരുപാട് പേര് ഈ ടെക്നിക്കൽ മേഖലയിലേക്ക് പോകുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും മലയാളം പോലുള്ള ഭാഷകൾ പഠിക്കാൻ കുട്ടികൾ കുറവില്ല. ഒട്ടും കുറവില്ല. അതെനിക്ക് തോന്നുന്നത് കാലടി യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അത് ശരിയാണ്. നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ എൻട്രൻസ് എക്സാമിനേഷനിൽ കൂടെ പിള്ളേർ വരുന്നത്. നമുക്ക് ഓരോ ബാച്ചിന് 20 സീറ്റേ ഉള്ളൂ. മിക്കവാറും ഒക്കെ അത് നല്ല കോച്ചിങ് കൊടുക്കാൻ പറ്റുമല്ലോ. 20 കുട്ടികളല്ലേ ഉള്ളൂ. അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിലും UGC നെറ്റ് എക്സാമിനേഷനിലും അതുപോലെ തന്നെ JRF കിട്ടുന്ന കുട്ടികളുടെയൊക്കെ എണ്ണത്തിൽ നല്ല വർധനവുണ്ട്. ധാരാളം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ടീച്ചറെ, നമ്മൾ ഇന്ന് ഇവിടെ കൂടുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം വരികയാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ പ്രത്യേകിച്ച് ചോദിക്കാതെ സ്വാതന്ത്ര്യ ദിനം വരുന്നുവെന്ന് ആരെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്തുകൊണ്ട്? ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡിലൊക്കെ പതാക വിൽപ്പനക്കാരെ കണ്ടു. അപ്പോൾ എനിക്ക് പിന്നെ അത് ഒരു 10 വർഷം മുമ്പ് നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതേ സമയം തന്നെ ഞാൻ വിചാരിച്ച മറ്റൊരു കാര്യം, ഇന്ത്യക്ക് വെളിയിൽ പലയിടങ്ങളിലും സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് അതാത് രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ ദിനം വലിയൊരു ആഘോഷമാണ്. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇപ്പോഴാണ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഫ്ലാഗ് വിൽപ്പന, പിന്നെ അതുപോലെ തന്നെ ചെറിയ ബാഡ്ജ്, ആ കളറിലുള്ള ബലൂൺ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സ്വാതന്ത്ര്യത്തെയും ഒന്ന് ഒരു കച്ചവടവുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ നമുക്ക് പറയാൻ തോന്നി. എല്ലാം ഇപ്പം അങ്ങനെയുള്ള ഒരു ഇതാണല്ലോ. അല്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഈ എല്ലാ ആഘോഷങ്ങളും കാർണിവൽ മൂഡിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു എന്നുള്ളത് അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ എന്നാലും ഈ ആളുകൾ ഇത്തരം ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ലൈഫിൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പണ്ടത്തെക്കാളും ഒക്കെ കൊടുക്കുന്നുണ്ട്. സ്വാതന്ത്ര്യദിനം മാത്രമല്ല, ഈ രാജ്യസ്നേഹം എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണല്ലോ ഇത്. സ്കൂളിലും കോളേജിലും, സ്കൂളിൽ പഠിക്കുമ്പം കോളേജിലും ഒക്കെ പിന്നെ നമ്മുടെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യ ദിനത്തിനും അതുപോലെ തന്നെ പിന്നെ റിപ്പബ്ലിക് ഡേക്കും ഒക്കെ പരേഡ് ഉണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു അനുഭവമാണ്. കാരണം അതിനൊരു 3-4 ദിവസം മുൻപ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രാക്ടീസും ബാൻഡ് സെറ്റ്, സ്കൗട്ട്, ഗൈഡ്സ്. അപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ കാണാം റിക്രിയേഷൻ ഗ്രൗണ്ട് ഒക്കെ വൃത്തിയാക്കുന്നു. അപ്പോൾ അത് ഏത് മന്ത്രിയാ സല്യൂട്ട് സ്വീകരിക്കുന്നത്, പിന്നെ ബാൻഡ് സെറ്റിന് സമ്മാനം കിട്ടുമോ. അപ്പോൾ ഞാൻ ആലപ്പുഴ പട്ടണത്തിൽ ജനിച്ചു വളർന്ന ആളും പഠിച്ചതും ഒക്കെ ഇവിടെ ആയതുകൊണ്ട് അതൊരു വലിയൊരു ഇതാണ്. ഇപ്പോഴും പരേഡ് കാണുമ്പോൾ പിന്നെ നമ്മുടെ രാജ്യത്തോടുള്ള ഒരു വല്ലാത്തൊരു ഇതുണ്ട്, ഒരു വികാരമുണ്ട്. പിന്നെ ഈ ഇതിനോടനുബന്ധിച്ച് ദേശീയഗാന മത്സരം, അതൊക്കെ സ്കൂൾ കോളേജ് കാലത്ത് ദേശീയഗാന മത്സരം, ഉപന്യാസ മത്സരം. ഇപ്പോൾ YMCA-ലാണെങ്കിൽ ഇപ്പം പിള്ളേർ കളിക്കാൻ പോകുന്നുള്ളതുകൊണ്ട് അന്ന് രാവിലെ 8 മണിക്ക് പതാക ഉയർത്തും. കുറേ കാലമായിട്ട് ഞാൻ ആ പതാക ഉയർത്തലാണ്. പിന്നെ കോളേജിൽ ഇപ്പം നമുക്ക് കമ്പൽസറിയാണ് പിന്നെ റിപ്പബ്ലിക് ഡേക്കും ഓഗസ്റ്റ് 15-നും ഒക്കെ നിർബന്ധമായിട്ട് അധ്യാപകർ കുറച്ച് സ്ഥാപനങ്ങളിൽ ഹാജരാകണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു പവിത്രതയൊക്കെ കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കും. എങ്കിലും ആ ദിവസമൊക്കെ നമുക്കൊരു കൊച്ചുകുട്ടി ആകുന്നല്ലോ, സ്കൂളിൽ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു
ഒരു വലിയ സന്തോഷം ഉണ്ടാവും. ഓർമ്മകളൊക്കെ ഓർമ്മകളുണ്ട്. പിന്നെ വീടുകളിൽ പിന്നെ പതാക ഉയർത്തുന്നത് അങ്ങനെ വളരെ കുറവാണ്. എന്നാൽ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ അങ്ങനത്തെ ചില പ്രവണതകളൊക്കെ കാണാറുണ്ട്. വീടുകളിൽ പതാക ഉയർത്തുന്നുണ്ട്, വൈകുന്നേരം പതാക ഇറക്കണം, ഉണ്ട്, ചില വീടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ദേശീയത ഒരു വലിയ വിഷയമാണല്ലോ. അതോടൊപ്പം തന്നെ ഈ കാറുകളിലൊക്കെ ഇപ്പൊ വെച്ചുകൊണ്ടാണ് ആൾക്കാർ. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ദേശീയതയെ നമ്മൾ ആഘോഷിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് വിരുദ്ധാഭിപ്രായമുള്ളത്. ദേശീയതയെ കൃത്രിമമായി നിർമ്മിക്കുന്നു എന്നുള്ളൊരു വിമർശനം എനിക്ക് അതിനകത്തുള്ളൂ. അങ്ങനെ വിമർശിക്കാവുന്നതാണ്. പക്ഷെ നമുക്കതിനെ നിരുത്സാഹപ്പെടുത്താനും പറ്റില്ല. അല്ല, നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല. അതൊരു ഭരണകൂടം നമ്മളോട് ഇങ്ങനെ ആചരിക്കാൻ പറഞ്ഞാൽ നമ്മളങ്ങ് ആചരിക്കും. പക്ഷെ വള്ളത്തോളിനെ പോലെയുള്ള മഹാകവികളൊക്കെ ഈ ദേശീയത ആഘോഷിച്ചതും ഇപ്പൊ പുതിയ കാലത്ത് നമ്മൾ ദേശീയത ആഘോഷിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും അതുണ്ടാവും. അപ്പൊ വള്ളത്തോളിന്റെ കവിതകളിൽ കൂടിയൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ദേശസ്നേഹം സ്വതസിദ്ധമായ വാക്കുകളിൽ കൂടി ഒക്കെ വരുന്നത് നമുക്കൊരു അസാമാന്യമായ അനുഭവമാണ്. ഇപ്പം നമ്മളോട് ഭരണാധികാരികൾ നിങ്ങൾ കൊടി ഉയർത്തു, നിങ്ങൾ പരേഡിൽ വരൂ എന്നൊക്കെ പറയുമ്പം അത് കൃത്രിമ ദേശീയത എന്നതിനപ്പുറത്തേക്ക് അത് വളരെ സൂക്ഷ്മ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ദേശീയതയെ നമ്മൾ അങ്ങനെ വേറിട്ട് കാണേണ്ട ഒന്നല്ലല്ലോ. നമ്മളുടെ രാജ്യം, അതിൻ്റെ പിന്നിലുള്ള അത് നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ള വില, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പം അതൊരു അടുത്ത ജനറേഷനിലേക്ക് പകരാനുള്ള, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു സവിശേഷമായ ഒരു സന്ദർഭമായിട്ട് നമുക്ക് വേണമെങ്കിൽ. തീർച്ചയായിട്ടും അത് കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് സ്കൂളിലും കോളേജുകളിലും ഒക്കെ അങ്ങനെയൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന്. ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റികളെയൊക്കെ സംബന്ധിച്ച് 15-ാം തീയതി രാവിലെ 8 മണിക്ക് പതാക ഉയർത്തുന്നു. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് NCC വോളണ്ടിയേഴ്സും, പിന്നെ നമ്മൾ കാലടിയിലാണ്. അപ്പോൾ എല്ലാവരും ഈ 2-3 ദിവസമൊക്കെ അവധി കിട്ടുമ്പോഴത്തേക്ക് അധ്യാപകരൊക്കെ പോകും. പക്ഷേ ക്ലാസ് മുറികളിലൊക്കെ നമ്മൾ പറയണ്ട നാളെ സ്വാതന്ത്ര്യദിനമാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല. നമുക്ക് പറയേണ്ട ഒരു പുതിയ ജനറേഷൻ അതിനെയൊക്കെ കാണുന്ന ഒരു രീതി വളരെ വ്യത്യസ്തമാണ്. ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം ടീച്ചർ ഇത് പറഞ്ഞുകൊണ്ട് ഓർക്കുന്നത്, അതായത് ഈ ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ജീസസിനെ കുറിച്ച്, ബൈബിളിനെ കുറിച്ച്, സഭയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ മാതാപിതാക്കൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. ടീച്ചർ അതിനുവേണ്ടി കാറ്റഗിസം ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുട്ടികളോട് അത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ മാതാപിതാക്കൾ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഒക്കെ എന്തുമാത്രം കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നുണ്ട് എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഞാനത് അച്ഛന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്, ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും എല്ലാ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചും ഈ ഓഗസ്റ്റ് 15 തന്നെയാണ് നമ്മൾ മാതാവിൻ്റെ സ്വർഗാരോഹണം ആചരിക്കുന്നത്. അപ്പൊ സ്വർഗാരോഹണത്തോടനുബന്ധിച്ച് നമ്മുടെ പിന്നെ ക്രൈസ്തവരെ സംബന്ധിച്ച് ഇത് കടമുള്ള ദിവസമാണ്. അപ്പോൾ നമ്മുടെ എല്ലാം വീടുകളിൽ സ്വാതന്ത്ര്യദിനം എന്നതിനപ്പുറം ഈ മാതാവ് ക്രൈസ്തവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ കത്തോലിക്ക വിശ്വാസികളെയും അല്ലെ നോൺ കാത്തലിക്സിനാണെങ്കിലും എല്ലാവർക്കും വളരെ വിശ്വാസമുള്ള ഒരു കാര്യമാണ്. അപ്പം മാതാവിനോടുള്ളൊരു ഭക്തിയാണ് അന്ന് കടമുള്ള ദിവസമായതുകൊണ്ട്. ഞാൻ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അന്ന് 3 കുർബാന ഉണ്ടായിരിക്കും. അപ്പോൾ വീടുകളിൽ സ്കൂളിൽ പോകുന്നതിനെ കഴിഞ്ഞും പ്രധാനം അന്ന് പള്ളിയിൽ പോയിരിക്കണമെന്ന് പറയുന്ന ഒന്നുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം വ്യത്യസ്തമായ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു മതാത്മകമായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മുടെ വീടുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നത്. പള്ളി, വേദപാഠം, പിന്നെ പള്ളിയിലെ പെരുന്നാളുകൾ, പിന്നെ മറ്റു പല ഓർമ്മ ദിനങ്ങൾ, ഇതൊക്കെ നമുക്ക് പള്ളിയാണ് പ്രധാനപ്പെട്ടത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് മാത്രമല്ല, അതിനകത്ത് ക്രിസ്തു അല്ലാതെ, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു മതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ പലപ്പോഴും രാജ്യത്തെ നമ്മൾ രണ്ടാമതായിട്ടാണ് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത്. എന്ന് മാത്രമല്ല, സാധാരണ വീടുകളിലൊക്കെ ഒരുപക്ഷെ പാഠപുസ്തകങ്ങളിൽ പഠിക്കാനുണ്ടല്ലോ ഇതൊക്കെ, നിങ്ങൾ പാഠപുസ്തകം പഠിച്ചാൽ മതി. പക്ഷേ ഈ വിശ്വാസവും വിശ്വാസ ജീവിതവും ഒക്കെ പഠിക്കേണ്ടതും
പഠിപ്പിക്കപ്പെടേണ്ടതും ഒക്കെ വീടുകളിൽ നിന്നാണെന്നുള്ള അത് വെച്ചാൽ നമ്മുടെ ലോകം അന്ന് വളരെ ചെറുതായിരുന്നു. ഒരു 50 വർഷമൊക്കെ മുൻപ് നമ്മുടെ ലോകം വളരെ ചെറുതാണ്. അപ്പോൾ ആ ചെറിയ ലോകത്തിനകത്തുള്ളത് എന്താണ്? ഈ പള്ളിയും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇന്നിപ്പോൾ ലോകം വളരെ വിശാലമായി കഴിഞ്ഞു. നമുക്ക് ഒരുപാട് വാർത്താ മാധ്യമങ്ങളുണ്ട്. അന്ന് ടെലിവിഷൻ ഇല്ല, റേഡിയോ ഒക്കെ വളരെ അപൂർവം വീടുകളിലേ ഉണ്ടാവുകയുള്ളൂ. പത്രം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ദേശത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. അതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അച്ഛന് തന്നെ ഇപ്പം ബോധ്യപ്പെടുന്നുണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യവും അച്ഛനൊരു വൈദികനാവുമ്പോൾ ഉള്ളൊരു കാലവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദേശീയതയെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഐക്കണായിട്ട് കാണുന്നുണ്ട്. പക്ഷെ മലയാളിയുടെ ജീവിതം കൂടുതലും ഇത്തരത്തിലുള്ളൊരു മതാത്മക സമൂഹത്തിന് അകത്ത് തന്നെ ആയിരുന്നു. അതെ. പക്ഷേ ഞാൻ പറയുന്നതേ അതായിക്കോട്ടെ, ഇപ്പം മതം വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. മതം ആയിക്കോട്ടെ, മതാത്മക ജീവിതമായിക്കോട്ടെ, അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊള്ളൂ. പക്ഷേ അതോട് ചേർന്ന് ഈ മതം നമ്മൾ ജീവിക്കുന്നത് നമ്മളൊരു രാജ്യത്താണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം എന്താണ് എന്ന് മുതൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കൂടി മതം വ്യാഖ്യാനിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എനിക്ക് വളരെ ചെറുപ്പം മുതലേ ഇങ്ങനെ സാമൂഹികമായ കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ വേദപാഠ ക്ലാസ്സിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ആലോചിക്കും, ഗാന്ധിയാണോ വലുത്, ക്രിസ്തു ആണോ വലുത്? എനിക്കൊരു വലിയ സംഘർഷം ഒരുപാട് കാലത്തുണ്ടായിരുന്നതാണ്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് വായനയൊക്കെയുള്ള ഒരു വീടാണ്. അപ്പോൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളൊക്കെ ഞാൻ ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വായിച്ചു. വേദപാഠ ക്ലാസ്സിൽ ഞാൻ പഠിക്കാനൊക്കെ ശകലം മിടിക്കായിരുന്നു. അതുകൊണ്ട് വേദപാഠ ക്ലാസ്സിലേക്ക് എന്നും ഫസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംഘർഷമാണ്. ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, വീട്ടിലൊക്കെ എപ്പോഴും ഇങ്ങനെ ദൈവപ്രമാണങ്ങൾ പറയുന്നു. പക്ഷെ ഗാന്ധിയുടെ കാര്യം എന്താണ് നമ്മൾ വീടിനകത്ത് പറയാത്തത് എന്താണെന്ന്. അപ്പം എൻ്റെ വായനയിൽ എപ്പോഴും ഗാന്ധി ഇങ്ങനെ ഒരു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഗാന്ധിയെ നമ്മൾ ദൈവമായിട്ട്, അത് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള വിചാരമാണ്. പിന്നീട് വരും തോറും നമുക്ക് ഈ സംഘർഷം വലുതായി വരുവാണ്. ക്രിസ്തുവാണോ വലുത്, ഗാന്ധിയാണോ വലുത്? പിന്നീട് ഞാൻ മാർക്സിനെ പഠിക്കുമ്പോൾ മാർക്സ് ദൈവത്തിൻ്റെ സ്ഥാനത്താണ്, മാർക്സും ക്രിസ്തുവും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങളൊന്നും പല ഘട്ടങ്ങളിലും ദൂരീകരിക്കപ്പെടാൻ പറ്റുന്നില്ല. അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ആ ഒരു പ്രതിസന്ധി ഇപ്പം ടീച്ചറിന് അനുഭവപ്പെട്ടെന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലും മതവും ജീവിതവും നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രീയ അന്തരീക്ഷങ്ങളെക്കുറിച്ചുമൊക്കെ വീടുകളിലും സംസാരിക്കണം, സ്കൂളുകളിലും സംസാരിക്കണം. അങ്ങനെ ഇത് എന്തെങ്കിലുമൊക്കെ അതേക്കുറിച്ചുള്ള ഒരു ധാരണ കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ ഇതേപോലുള്ള സംശയങ്ങളും ധാരണ പിശകുകളും ഇങ്ങനെ നിലനിൽക്കില്ലേ? അല്ല, സ്കൂളുകളിലൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. സ്വാതന്ത്ര്യ ദിനത്തിനൊക്കെ മുമ്പ് അവർ പരിപാടികൾ നടത്താറുണ്ട്. പിന്നെ കുട്ടികളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ പാഠപുസ്തകങ്ങളിൽ പ്രത്യേകിച്ച് വളരെ വ്യക്തമായിട്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് NCERT-യുടെ ഒക്കെ സിലബസുകളിൽ നിന്ന് പല കാര്യങ്ങളും ഒക്കെ അങ്ങ് അപ്രത്യക്ഷമാകുന്നുണ്ട്. അത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വാതന്ത്ര്യ ദിനവും നമ്മളെ ആഘോഷിക്കാനായിട്ട് ഒരു ഭരണകൂടം ഇങ്ങനെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുവാണ്. അല്ലാതെ സ്വതന്ത്രമായിട്ട് നമ്മൾ അതിനെക്കുറിച്ചല്ല. അതൊരു സൂക്ഷ്മ രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ അജണ്ട തന്നെയാണ്. അച്ഛന് അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ഓഗസ്റ്റ് 14-ാം തീയതി ഈ വിഭജന ഭീതി എന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല അത് എത്ര മാരകമായ ഒരു സമീപനമാണ് എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും 2 രാഷ്ട്രങ്ങളായിട്ട് വിഭജിക്കപ്പെടുമ്പോൾ അതിൽ ഏറ്റവും അധികം വേദനിച്ച ആൾ മഹാത്മാഗാന്ധിയാണ്. ഗാന്ധി കണ്ണീരോടുകൂടിയാണ് ആ വിഭജന പ്രക്രിയ അനുകൂലിച്ചതെന്നാണ് പറയുന്നത്.
ഇപ്പോൾ ഗാന്ധിയുടെ കത്തുകളിലും സംവാദങ്ങളിലും ഒക്കെ അത് പറയുന്നതും എഴുതുന്നതും ഒക്കെ ഒരു ശരാശരി ഭാരതീയന് അല്ലെ ശരാശരി ഇന്ത്യക്കാരന് വളരെ വേദനാജനകമാണ്. പക്ഷെ ഇപ്പോൾ ഈ പുതിയ ജനറേഷനോട് 2 രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു എന്ന് പറയുമ്പം അവർക്കത് പിന്നെ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. അല്ല, അത് മാത്രമല്ല, ശരിക്കും അതെന്തിനാണ് ഈ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ സമയത്ത് ഈ വിഭജന ദിന വേദനയെക്കുറിച്ച്, അത് നമുക്ക് നൽകിയ വേദനയെക്കുറിച്ച് ആലോചിക്കാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ പറയേണ്ട എന്താണ് ആവശ്യം? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയം അതിനകത്തുണ്ട്. അതാണ്, അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അത് ഏത് അജണ്ടയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഒരു നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ലേഖനങ്ങളും എഴുത്തുകളും അതുപോലെ ഗവേഷണ പ്രബന്ധങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇത് അതർ സൈഡ് എന്ന് പറഞ്ഞ ഉർവശി ഭൂട്ടാലിയയുടെ ഒരു പഠനം. അവർ ഏതാണ്ട് 10,000-ഓളം അധികം ആളുകളെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്താണ് ഇതിൻ്റെ നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ഒരു ഹൃദയത്തിൽ നിന്ന് അവർ എഴുതിയിരിക്കുന്നതാണ്. അവർ ആ വിഭജനത്തിൻ്റെ മുറിവുകൾ പൂർണ്ണമായിട്ടും അനുഭവിച്ച ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ പറയുന്നത് 4 വയസ്സുള്ളപ്പോഴാണ് ഈ വിഭജനം നടക്കുന്നത്. അച്ഛൻ ലാഹോറിൽ, അമ്മ ഇന്ത്യയിൽ, പിന്നെ സഹോദരങ്ങൾ. അപ്പോൾ അവരുടെ ഓർമ്മകളിൽ മുഴുവനും ബൂട്ടിട്ട പട്ടാളക്കാർ ചവിട്ടി മതിക്കുന്ന ഇതാണ്. അപ്പോൾ അത്തരം ഒരു ഭീതിയിൽ നിന്ന് വളർന്ന ഒരു സ്ത്രീ ഒരു 10-22-23 വയസ്സായപ്പോൾ ഗവേഷണം എടുത്ത വിഷയം ഇതാണ്. അപ്പോൾ അത് വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഇങ്ങ് തെക്കേ അറ്റത്തിരിക്കുന്ന മലയാളിക്ക് എന്താണ് സ്വാതന്ത്ര്യമെന്ന് ഉള്ള ഒരു അനുഭവത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഇല്ല. അവരെയൊക്കെ സംബന്ധിച്ചാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇത്രമേൽ ദൃഢമായതാണ്, ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് തോന്നുന്നത്. അപ്പം ആ വിഭജനത്തിൻ്റെ വേദന ഉള്ള ഒരു ജനതയ്ക്കും വിഭജനത്തിൻ്റെ വേദനയെക്കുറിച്ച് ആഘോഷിക്കാൻ പറയാനായിട്ട് എങ്ങനെ ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതല്ല, മാത്രമല്ല, ശരിക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് തുടർന്നുണ്ടായ വിഭജന കാര്യങ്ങൾ കൊണ്ടുവന്ന് സകല ആളുകളെ കൊണ്ടും അതേക്കുറിച്ച് ചിന്തിപ്പിക്കുക, അതേക്കുറിച്ച് ചർച്ച ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് നേടുന്നത്, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇത് പറയുന്ന ആളുകൾ അതുകൊണ്ട് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുമില്ല അവരാരും. മതസ്പർദ്ധ വീണ്ടും വീണ്ടും കൂട്ടാം എന്നതിനപ്പുറത്തേക്ക് നേട്ടം ഉണ്ടാവുന്നില്ല. ഇപ്പൊ മലയാളി എന്നൊക്കെ പറയുന്ന ഒരു ദേശീയ ബോധം, നമ്മൾ മലയാളികളാണ്, മലയാളം സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദേശീയ ബോധം നമ്മളെ ആരും അടിച്ചേൽപ്പിച്ചതല്ല. നമ്മളത് നൈസർഗികമായി നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും ഞാൻ മലയാളിയാണ്, ഞാൻ കേരളീയനാണ്, ഞാൻ മലയാള ഭാഷയാണ് സംസാരിക്കുന്നത്, എൻ്റെ മാതൃഭാഷ ഇന്നതാണ് എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്വാഭാവികമായി ആർജിച്ചെടുത്തതാണ്. ആരും നമ്മളെ അടിച്ചേൽപ്പിച്ച സാധനമല്ല. പക്ഷേ ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ ദേശീയതയിൽ നിങ്ങൾ ഊന്നി വളരണമെന്ന് ഒരു ഭരണകൂടം നമ്മളോട് നിർദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിനകത്ത് എന്തുണ്ടാവും? എതിർ ശബ്ദങ്ങളുണ്ടാവും. എനിക്കൊന്ന് അത്തരം ഒരു എതിർ ശബ്ദങ്ങളിലേക്ക് ഒരു ജനതയെ നയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു വിഭജനത്തിന് വേദന ഉണ്ട്, ഇല്ലെന്നാരും പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഒരു വലിയ വേദന അനുഭവിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് എനിക്ക് തോന്നുക. അതങ്ങനെ തന്നെ ഉള്ളൂ. നമുക്ക് അത് തുടർന്ന് നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ പ്രത്യേകിച്ചും നമ്മുടെ നാട് കുറേയേറെ വളർന്നിട്ടുണ്ട്, നമ്മുടെ രാജ്യം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ വിഭജനം അങ്ങനെ നിൽക്കട്ടെ, പക്ഷേ നമ്മുടെ നാടിന് വളരാൻ പാകത്തിൽ നമ്മുടെ ഒരു പൗരന്മാരുടെ ഒരു പൗരബോധവും കൂട്ടായ്മയും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നേറാനുള്ള വലിയൊരു ശക്തിയൊക്കെ നമുക്കുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. അത് രൂപപ്പെട്ട സാഹചര്യങ്ങളും വളർത്തിയെടുത്തതും എല്ലാം നമുക്കറിയാം. ഒരു പക്ഷേ ഈ രാജ്യത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതും നമ്മുടെ ഭരണഘടനയൊക്കെ തന്നെയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാജ്യത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വളർച്ചയും ഉയർച്ചയും എല്ലാം.
അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഭരണഘടന അതിൻ്റെ പ്രൊവിഷൻസ് പലതും വളരെ ബോധപൂർവം ലംഘിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. എന്ത് പറയുന്നത് അതേക്കുറിച്ച്? എനിക്കിതൊരു മാധ്യമമാണ്, എത്രമാത്രം നമുക്ക് പ്രതികരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷെ എനിക്ക് ഇത്ര മൈൽഡായിട്ട് പറയാനറിയത് ഇതൊരു രൂക്ഷമായ ഒരു വിഷയമാണ്. കാരണം ഭരണഘടന തന്നെ എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പം വാസ്തവത്തിൽ നമ്മളുടെയൊക്കെ നിലനിൽപ്പിൻ്റെ ആധാരം, നമ്മൾക്ക് ഏതെങ്കിലും ഒരു കോടതി ചെന്നാലൊക്കെ പിടിച്ചു നിൽക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്ന ഭരണഘടനയാണ്. ഇതിനകത്ത് ഓരോരോ ക്ലോസുകൾ മാറ്റി നാളെ ഇത് തന്നെ ഇല്ലാതായി പോവുകയും ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്ക ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നിൽ വല്ലാത്ത ഒരു അരക്ഷിത ബോധം ഉണ്ടാക്കുന്നുണ്ട്. നാളെ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയാനായിട്ട് എനിക്കിപ്പോൾ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതും ഭാരതീയൻ എന്ന് പറയുന്നതും ഞാൻ ഈ അടുത്ത കാലത്ത് വലിയൊരു വിവേചനത്തിന് എപ്പോഴും ഒരു ചിന്തയ്ക്ക് എനിക്ക് തയ്യാറാകുന്നുണ്ട്. ഭാരതീയത അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ ഭാരതീയൻ എന്ന് പറയുന്നതിന് ഞാൻ തികച്ചും രണ്ടായിട്ട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഭാരതീയം എന്നുള്ള വാക്ക് തന്നെ ഞാൻ അതേ വെറുക്കുന്നില്ല. പക്ഷേ ആ ഭാരതീയത എന്നത് പൂർണ്ണമായിട്ടും മറ്റൊരു രൂപത്തിൽ കാണാനായിട്ട് ഭരണകൂടം ശ്രമിക്കുമ്പോൾ ആ വാക്കിനോടുള്ള എൻ്റെ ഒരു ചായ്വ് കുറഞ്ഞു വരികയാണ്. മറിച്ച് ഞാൻ എപ്പോഴും ഇന്ത്യക്കാരി എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്, ഇന്ത്യൻ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഭരണഘടനയെ ഊന്നിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളോടും അവകാശങ്ങളോടും നമ്മളുടെ എല്ലാത്തിനോടും നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നത്. എനിക്ക് നിലനിൽക്കാൻ ഒരു രാജ്യത്തുള്ള മൗലികമായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ എനിക്ക് ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ അറിയാമല്ലോ, കന്യാസ്ത്രീകളെ അവർ ചെയ്യുന്ന സേവനങ്ങൾ ആരാ ഈ നാട്ടിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് പല ഘട്ടങ്ങളിൽ സംശയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ അടക്കമുള്ള പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രൈസ്തവ മിഷണറിമാരിൽ കൂടി തുടങ്ങി ഈ സന്യാസിനികളായ അല്ലെങ്കിൽ സന്യസ്തരായിട്ടുള്ള ആളുകൾ വഹിച്ചിട്ടുള്ള പങ്ക്. പ്രത്യേകിച്ച് എനിക്കിതൊരു പക്ഷേ കേരളത്തിൽ അത് വിലമതിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ, അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളാണ് ഈ ഇന്ത്യ മുഴുവനും സേവനം ചെയ്യുന്നത്. അവർ മതപരിവർത്തനം ഇന്ത്യയിൽ അനുവദിച്ചിട്ടുണ്ട്. പരിവർത്തനം ചെയ്യാമെന്നുള്ളത് ഒരാൾക്ക് സമ്മതമാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് മതപരിവർത്തനം എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുക? 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ ചേരാം, ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാം. അങ്ങനെയുള്ള അവകാശങ്ങളുള്ളൊരു രാജ്യത്ത് ഈ കന്യാസ്ത്രീകൾ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ അറസ്റ്റ് ചെയ്തവർ, അവരെ നിയന്ത്രിക്കുന്നവർ, ഇവർ പഠിച്ചതും ഇവരുടെ മക്കൾ പഠിച്ചതും കൊച്ചുമക്കൾ പഠിച്ചതും ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകളിൽ ഇവരുടെ രോഗവേളകളിലൊക്കെ അവരുടെ ആരോഗ്യ പരിചരണത്തിൽ എത്തിയതാരാണ്? ഈ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന ആശുപത്രികൾ, അവർക്കുണ്ടായ വ്യക്തിത്വ വികസനം, ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് മുംബൈ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ കഴിഞ്ഞ ദിവസം അവിടെ ഫാദർ സ്റ്റാൻ സ്വാമി അനുസ്മരണം നടത്തുവാണ്. അദ്ദേഹത്തിൻ്റെ മരണ ദിവസം, ചരമ ദിവസം. അത് മഹാരാഷ്ട്ര ഗവൺമെൻറ് നിരോധിച്ചു. അത് നടത്താൻ പാടില്ല എന്ന് വിചാരിച്ചു. അവർ ഷടിച്ച ആ പരിപാടി അവിടെ റദ്ദ് ചെയ്തു, ക്യാൻസൽ ചെയ്യിച്ചു. ഞാൻ പറയുന്നത് ഇവർ ആരെയാണ് ഭയപ്പെടുക? ജെസ്യൂട്ട് ഫാദറാണ് ഫാദർ സ്റ്റാൻ സ്വാമി. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണ് മുംബൈ സെൻറ്റ് സേവിയേഴ്സ്. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനം. അവിടെ ഫാദർ സ്റ്റാൻ സ്വാമിയെ അനുസ്മരിച്ചാൽ അവിടെയുള്ള 10,000 കുട്ടികൾ ഈ സ്റ്റാൻ സ്വാമി ആരാണെന്നറിയും, സ്റ്റാൻ സ്വാമിയുടെ കർമ്മമണ്ഡലങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാക്കുന്നത് എന്ത് സംഭവിച്ചു. അപ്പോൾ ഒരു ആശയത്തെ എപ്പോഴും ആശയം കൊണ്ടല്ല പ്രതിരോധിക്കുക, മറിച്ച് എന്താണ്, അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അതെ അതെ, അത് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ സംസ്കൃതി അതല്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഏതായാലും അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ടീച്ചർ പറഞ്ഞ കണക്കും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് ഈ കാലത്ത്. നമ്മളൊരു സ്വതന്ത്ര ഇന്ത്യ എന്ന നിലയിൽ നമ്മൾ ഒറ്റക്കെട്ടായി വളരേണ്ടതാണ്. അതിന് പകരം വിഭാഗീയതയും മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകൾ വളർത്തിയെടുക്കുന്ന ശക്തികൾ
വളർന്നു വരുന്നു. ഇതൊക്കെ നമുക്ക് അത്ര ആയ കാര്യങ്ങളല്ല. എന്നാലും ടീച്ചറെ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറം ഈ നമ്മുടെ ഭരണഘടനയ്ക്ക് അതിൻ്റേതായൊരു വിശുദ്ധിയുണ്ട്. അത് ഇത്ര കാലം നിലനിന്നത് അതിൻ്റെ ആന്തരികമായ വിശുദ്ധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നമ്മൾ നിലനിൽക്കും, നമ്മൾ വളരും. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത്, അതേക്കുറിച്ചും കൂടി ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഒരു വളർച്ച നമ്മൾ ആകാശങ്ങളിലേക്കും കടലാഴങ്ങളിലേക്കും ദേശീയ തലത്തിലും എല്ലാ അർത്ഥത്തിലും അത് ഏത് മേഖല എടുത്താലും നമ്മളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വളർച്ച ഇന്ത്യക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ മറ്റ് രാജ്യങ്ങൾ അസൂയയോടെ നോക്കാൻ പാകത്തിൽ നമ്മൾ വളർന്നുണ്ട്. നമ്മുടെ മാനവ വിഭവ ശേഷി ഒക്കെ തന്നെയും മറ്റാർക്കും ക്ലെയിം ചെയ്യാനില്ലാത്ത കണക്ക് നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ എന്തു പറഞ്ഞാലും ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും ആളെണ്ണമല്ല, അതേക്കാളുപരി ക്വാളിറ്റിയുള്ള ആളുകളുടെ ഒരു വളർച്ച വളരെ വളരെ ശക്തമായിട്ട് നമുക്കുണ്ട്. നമ്മളെ എതിർത്ത് പറയുന്നവർ പോലും നമ്മുടെ പേഴ്സണൽ ഇല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു പോയിട്ടുള്ള കാലങ്ങളെങ്കിലും നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. എന്തു പറയുന്നു, നമ്മുടെ യങ്സ്റ്റേഴ്സ് ഈ പ്രതീക്ഷയിലേക്ക് വളരുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് വിയോജിപ്പുള്ളത്, നമുക്ക് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ കേരളത്തെ മാത്രം മുൻനിർത്തി അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളിലും ഇത്ര ഒരു വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നില്ല. അത് ശരിയാണ്. ഇപ്പം യു-പിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഗുജറാത്തിൽ, മറ്റു പല ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ യു-പിയും ഗുജറാത്തും ഞാൻ പറയാനുള്ള പ്രധാന കാരണം, ഗുജറാത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമാണ്. യു-പിയെ സംബന്ധിച്ച് പറയുന്നത് യു-പി ഏറ്റവും അധികം പാർലമെൻറ്റ് സീറ്റുള്ള ഒരു സംസ്ഥാനമാണ്. എന്തിനേറെ പറയുന്നു, ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം ബോംബെയിലെ ചേരികളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. കേരളത്തിൽ ഒരു പക്ഷേ സ്കൂളിൽ പോകാത്ത ഒരു കുട്ടിയെ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം അവരുടെ ഇപ്പം പലയിടത്തും, അതുകൊണ്ട് ആ വിദ്യാഭ്യാസ നിലവാരത്തിനകത്തുള്ള ഒരു തകർച്ച അതില്ല എന്ന് പറയാൻ നമ്മളെപ്പോഴും പ്രതീക്ഷയുള്ള ഇന്ത്യയെ തന്നെയാണ് കാണുന്നത്. പല രംഗങ്ങളിലും ഇന്ത്യ വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ അധിവസിക്കുന്ന മുഴുവൻ ആളുകളും അത്തരം ഒരു പ്രതീക്ഷയിലേക്ക് ചിറകടിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ദാരിദ്ര്യം അതിഭീകരമാണ്, അവരുടെ പഠന നിലവാരം വളരെ മോശമാണ്, ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രയാസമാണ്, പിന്നെ പലയിടത്തും തൊഴിലെടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ, ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ, ഇതൊക്കെ ഈ തിളങ്ങുന്ന ഇന്ത്യയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും അതില്ലെന്ന് പക്ഷെ അവരെയൊക്കെ രാഷ്ട്രീയ അടിമകളാക്കിക്കൊണ്ടാണ് ഭരണകൂടം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പുറമേക്ക് എല്ലാം ഭംഗിയാക്കി വെക്കുക, അകമേക്ക് ഇതൊക്കെ ഇങ്ങനെ മതി. അതിന് ഉദാഹരണം അറിയാലോ, അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോൾ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പുറമേക്കുള്ള ചേരികളെ കാണിക്കാതെ കൊണ്ടുപോയി എന്നുള്ളത്. നമുക്ക് താൽക്കാലികമായി ഇതൊക്കെ പൊടിയിട്ട് അന്യദേശ തലവന്മാരെയൊക്കെ ബോധ്യപ്പെടുത്താൻ, പക്ഷെ ആത്യന്തികമായിട്ട് ഇന്ത്യ ഇന്നതാണ് എന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിലും ഞാൻ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്നു പുതിയ ജനറേഷനെ സംബന്ധിച്ച്. അവര് നമ്മളെ പോലെ അസ്വാതന്ത്ര്യത്തിന്റെ വിഷമതകളൊന്നും അനുഭവിച്ച ആളുകളല്ല. കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചകളൊക്കെ ഇപ്പൊ അതിവിശാലമാണ്, വളരെ വിശാലമാണ്. ഇപ്പോൾ ഒരു ക്ലാസ് മുറിയിൽ ഒരു ടീച്ചർ ഒരു പാഠം ഡിക്റ്റേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? അത് യൂട്യൂബിലും നെറ്റിലും ഒക്കെ അത് അവൈലബിൾ ആണ്. കുട്ടികൾക്ക് അത് മതി. ഇപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ എന്തോ ഒരു വിഷയം നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം, നിങ്ങളൊന്ന് എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എഴുതുന്നതിന് രണ്ടുണ്ട് കാര്യം. ഒന്ന് എഴുതാനുള്ളൊരു സ്പീഡ് പരീക്ഷയ്ക്ക്, പിന്നെ അവരുടെ കൈയക്ഷരം, ഇത് എഴുതാനുള്ള ഒരു ഇത്. അപ്പോൾ ഉടനെ ഒരു ടീച്ചർ അതെങ്കിൽ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും കൂടെ പുതിയ കാലത്തുണ്ട്. ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ബന്ധം വളരെ ചുരുങ്ങി. കുട്ടിയോട് എപ്പോഴും
വളരെ സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടും കൂടി പഠിപ്പിക്കുന്ന ഇടപെടുന്ന ഒരു അധ്യാപിക. കുട്ടികളാണെങ്കിൽ തിരിച്ച് ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കൂടുതൽ MA-ക്കാർ പിള്ളേരാണ്. അവരോട് നമുക്കുള്ളൊരു അടുപ്പം, കുട്ടികൾക്ക് നമ്മളോടുള്ളൊരു അടുപ്പം പിന്നെ അത്ര ഊഷ്മളമായ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധമുണ്ട്. ഇത് എല്ലാ കാലത്തും ഉണ്ട്. ഇതിനകത്ത് ചില വിള്ളലുകളൊക്കെ വരാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരു 99% അധ്യാപക വിദ്യാർത്ഥി ബന്ധമൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു വലിയ അടയാളമാണ്. അപ്പോൾ പുതിയ കാലത്ത് പിന്നെ ഒരു അധ്യാപകനെ ചോദ്യം ചെയ്യാൻ, അധ്യാപകനെ തിരുത്താൻ വിദ്യാർത്ഥി തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അതെനിക്ക് വളരെ ചോദ്യം ചെയ്യാനുള്ള ഒരു ആർജവം ആൺകുട്ടിക്കും ഉണ്ട് പെൺകുട്ടിക്കും ഉണ്ട്. അതൊരു ഗവേഷണ രംഗത്തൊക്കെ നിൽക്കുന്ന പെൺകുട്ടികൾ അവരൊരുപാട് സ്ട്രഗിൾ ചെയ്താണ് നിൽക്കുന്നത്. അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ അവർക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് കേരളത്തിലെ പുതിയ ജനറേഷനുണ്ട്. പിന്നെ ചിലരൊക്കെ ചില കണ്ണിക്കൂടൊക്കെ കാണുമ്പോൾ കുട്ടികളുടെ നടപ്പും ഇരിപ്പും അവരുടെ ഭക്ഷണവും വസ്ത്രത്തിനും ഒക്കെ ചില അരോചകങ്ങളൊക്കെ ചിലർക്ക് തോന്നായിരിക്കും. പക്ഷേ ഞാൻ ആരാണെന്നും എന്താണ് എൻ്റെ സ്വാതന്ത്ര്യമെന്നും എന്താണ് എൻ്റെ അവകാശമെന്ന് ഒരു കേരളത്തിലെ ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരാളെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ നിലനിൽപ്പിനെക്കുറിച്ചും നിലപാടിനെക്കുറിച്ചും ഒക്കെ അവർക്ക് നല്ല ധാരണയുണ്ട്. അത് തെറ്റോ ശരിയോ എന്നുള്ളത് പിന്നീട് കാലം വിലയിരുത്തും. പക്ഷേ കുട്ടികൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും നല്ല ധാരണയുണ്ട്. പിന്നെ അവർക്ക് ഒളിച്ചു വെക്കാനുള്ളത് കൃത്യമായിട്ട് ഒളിച്ചു വെക്കാൻ അറിയാം. പറയേണ്ടത് മാത്രമേ അവർ പറയത്തുള്ളൂ. അതായത് സമൂഹത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വീടിനെക്കുറിച്ചും, വീട് മാത്രമല്ല കുടുംബത്തെക്കുറിച്ചും ഒക്കെ നല്ല കാഴ്ചകളുണ്ട്. അതില്ലാത്തവരെന്ന് ഞാൻ പറയില്ല. അവരെ തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നതാണ് ശരി എന്ന് അവരോട് പറയുമ്പോഴാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ ടീച്ചർ, വളരെ 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 നന്നായിട്ട് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തു. എനിക്ക് ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഓർമ്മിക്കുന്നു, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ഓർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട് ഈ സ്വാതന്ത്ര്യം എന്തു വന്നാലും ആഘോഷിക്കുകയും അത് ഓർക്കുകയും കൂടുതലായിട്ട് അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ശ്ലാഘനീയമായ നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ വളർച്ചയെക്കുറിച്ചും നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. വളരുന്നുണ്ട്, പക്ഷേ ഈ വളരുന്ന കൂട്ടത്തിൽ ഒരുപാട് പേര് തഴയപ്പെടുന്നു. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്, അക്ഷരം കിട്ടാത്തവരുണ്ട്. അങ്ങനെ ഇത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അത് ഒരു കാരണവശാലും മറന്നു പോകാതെ വേണം നമ്മുടെ രാജ്യം ഇനി മുന്നോട്ട് പോകേണ്ടത്. അത് സത്യമാണ്. ടീച്ചർ ചൂണ്ടിക്കാണിച്ച ആ ഒരു ഭാഗം വളരെ കറക്റ്റാണ്. അത് നമ്മൾ ഓർമ്മിക്കുമ്പോൾ തന്നെ ഇതെല്ലാ രാജ്യത്തിൻ്റെയും കാര്യം തന്നെയാണ്, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഒരു പോസിറ്റീവ് ഭാവാത്മകമായ വശം വളരെ വലുത് തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിൽ നിശ്ചയമായും ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനെന്നത് നമുക്ക് എപ്പോഴും എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇത്രയും സമയം നമ്മുടെ ശ്രോതാക്കളുമായിട്ട് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വളരെ 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 ആത്മാർത്ഥമായിട്ട് വളരെ സ്വതന്ത്രമായ രീതിയിൽ കാര്യങ്ങൾ പങ്കുവച്ചതിന് റേഡിയോ നെയ്തലിൻ്റെ ശ്രോതാക്കളുടെയും യൂട്യൂബ് ചാനലിൻ്റെ കാഴ്ചക്കാരുടെയും ഒക്കെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു.